സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളം മറ്റൊരു നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. വോട്ടെടുപ്പിന് ഇനി വെറും 100 ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിച്ചു കഴിഞ്ഞു. മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും പ്രചാരണ തന്ത്രങ്ങളിലേക്കും കടക്കുമ്പോൾ അണിയറയിൽ അതിനേക്കാൾ ഗൗരവകരമായ മറ്റൊരു പോരാട്ടം നടക്കുന്നുണ്ട്. അത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടു. SIR പ്രവർത്തനങ്ങളുടെ ഭാഗമായും അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായും കേരളത്തിലെ കോൺഗ്രസ് എല്ലാ ബൂത്ത് കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ച് ശാക്തീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ ബൂത്ത് കമ്മിറ്റികളുള്ള സ്ഥലങ്ങളിൽ ആ കമ്മിറ്റികൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകും. പുതുതായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അതിനെ അവർ വിളിക്കുന്നത് റാഷണലൈസേഷൻ, ക്രമവൽക്കരിക്കുക എന്നുള്ള നിലയിലാണെങ്കിൽ പോലും അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഹോംവർക്ക് ഒന്നും നടത്താതെ നിലവിലുള്ള ബൂത്തുകളിൽ നിന്ന് ഒരു ഭാഗത്തെ അടർത്തി മാറ്റി പ്രത്യേക ബൂത്തുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടെയും കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കും. തെരഞ്ഞെടുപ്പ് നീതിപൂർവമാകണമെന്ന് ഞങ്ങൾ ആദ്യമേ ആവശ്യപ്പെടുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വൻപിച്ച വിജയം കൈവരിച്ചപ്പോൾ പോലും ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് അപാകതകൾ മനഃപൂർവ്വമായിട്ട്, ഒന്ന് വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയതയാണ്. പല ഉദാഹരണങ്ങളും ഈ ചർച്ചയ്ക്കകത്ത് ക്യാമ്പിൽ പല പ്രതിനിധികളും നേതാക്കന്മാരുൾപ്പെടെ ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചില വാർഡുകൾ UDF ജയിക്കുന്നത് 12,000 വോട്ടിൽ ഉള്ള വാർഡുകളാണ് ജയിക്കുന്നതെങ്കിൽ LDFും BJPയും ജയിക്കുന്ന വാർഡുകളിൽ തിരുവനന്തപുരത്തും കോഴിക്കോട് മറ്റ് കോർപ്പറേഷനുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും കാണാൻ സാധിക്കും. ഒരു സ്ഥലത്ത് 12,000 വോട്ടുള്ള UDF വാർഡുകൾ, മറുസ്ഥലത്ത് LDFിൻ്റെയോ BJPയുടെ വാർഡുകൾ 4,000 വോട്ട് മാത്രമാണ്. അശാസ്ത്രീയമായ വാർഡ് വിഭജനം, വോട്ടർ പട്ടികയിലെ വ്യാപകമായ ക്രമക്കേടുകൾ, അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ വിജയിച്ചത്. ഈ പശ്ചാത്തലത്തിലും ഞങ്ങൾ പറയുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക കുറ്റമറ്റതായിരിക്കണം. അതിന് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകർ കണ്ണിൽ എണ്ണയൊഴിച്ച് വോട്ടർ പട്ടിക പ്രവർത്തനത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കണം. ജനങ്ങളുടെ സഹകരണം ഞങ്ങൾ പൂർണ്ണമായിട്ടും അഭ്യർത്ഥിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ, കേരളത്തിൻ്റെ അതിൻ്റെ CEO, മറ്റുദ്യോഗസ്ഥന്മാർ അവരെല്ലാവരും പൗരന്മാരുടെ അവകാശമാണ് വോട്ടവകാശം എന്ന നിലയിൽ അത് നിഷേധിക്കുന്നതിന് പകരം പോസിറ്റീവായിട്ട് അത് സംരക്ഷിക്കുന്നതിനുള്ള നിലപാടുകളും വ്യാഖ്യാനങ്ങളുമായിരിക്കണം അവർ സ്വീകരിക്കേണ്ടതെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും പേര് പലതരത്തിൽ ഒഴിവായിട്ടുണ്ട്. ഒന്ന്, ജെനുവിനായിട്ടുള്ള വോട്ടർമാരെ അശ്രദ്ധ മൂലവും ബോധപൂർവവും ഒഴിവാക്കിയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പിന്നെ നാച്ചുറലി ആളുകൾ മരിച്ചു പോയിട്ടുള്ളവരുണ്ട്. മറ്റൊന്ന്, ആളുകൾ സ്ഥലം മാറിപ്പോയിട്ടുള്ളവരുണ്ട്. സ്ഥലം മാറിപ്പോയിട്ടുള്ള ആളുകളിൽ വലിയൊരു നമ്പർ ആളുകൾക്ക് ഇവിടെ വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളവരുമാണ്, ഇല്ലെങ്കിൽ വേറെ സ്ഥലത്ത് അവർക്ക് വോട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് സമ്മിശ്രമായിട്ടുള്ള രീതിയിലാണിത് പോയിട്ടുള്ളത്. ഇതിനേക്കാളെല്ലാം ഉപരി കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJP പാർലമെൻറ്റ് സീറ്റ് പിടിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലാകെ നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇവിടെ ഒരു 3-4 സീറ്റ് പിടിക്കണം. തൃശ്ശൂർ, ആറ്റിങ്ങൽ, തിരുവനന്തപുരം തുടങ്ങിയിട്ടുള്ള സീറ്റുകൾ അവർ ലക്ഷ്യമിട്ടിടത്തേക്ക് എത്തിയില്ലെങ്കിൽ അടുത്തെത്തി.
അതിനുവേണ്ടി പ്രത്യേകിച്ചും ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വ്യാപകമായി വോട്ട് ചേർത്തു. അപ്പോൾ അവരും ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ തിരിച്ചു വരുമോ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പല തരത്തിലാണ് ആൾ ഒഴിഞ്ഞിട്ടുള്ളത്. മറ്റൊരു തരത്തിൽ ഒഴിഞ്ഞിട്ടുള്ളതായി ഞാൻ അടുത്തയിടെ മനസ്സിലാക്കിയത്, വിദേശ രാജ്യങ്ങളിൽ ജനിച്ച കുട്ടികളുണ്ട്. അത് ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. അവരുടെ അച്ഛനമ്മ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവരവിടെ ജനിച്ചു. പ്രത്യേകിച്ചും UAE-യിൽ. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ അവർ അമേരിക്കൻ പൗരന്മാരാണ്, പിന്നെ അവർക്കിവിടെ വോട്ട് കിട്ടില്ല. അതേസമയം UAE പ്രദേശത്ത്, സൗദി അറേബ്യയിലൊക്കെ ജനിച്ച ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. അവരൊക്കെ ജനിച്ച സ്ഥലം അവിടെ ആയതുകൊണ്ട് വോട്ട് കിട്ടാനുള്ള ചെറിയ ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരും ഒഴിവാക്കപ്പെട്ടവർ. തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പടയൊരുക്കങ്ങൾക്ക് തുടക്കമിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം കേരളത്തിലെത്തുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും സംഘവും ഫെബ്രുവരിയിൽ എത്തുന്നതോടെ സംസ്ഥാനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ നിഴലിലേക്ക് നീങ്ങും. ഏപ്രിൽ 2ാം വാരത്തോടെ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന റിപ്പോർട്ടുകൾ രാഷ്ട്രീയ കേരളത്തിന് നൽകുന്ന സന്ദേശങ്ങൾ നിർണായകമാണ്. മെയ് ആദ്യവാരം നടപടികൾ പൂർത്തിയാകണമെന്നിരിക്കെ ഏപ്രിൽ പകുതിയോടെ വോട്ടെടുപ്പ് നടക്കാനാണ് സാധ്യത. ഇതിനർത്ഥം മുന്നണികൾക്ക് മുന്നിൽ ഇനി അവശേഷിക്കുന്നത് കഷ്ടിച്ച് 90 മുതൽ 100 ദിവസങ്ങൾ മാത്രമാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇനി നീട്ടിക്കൊണ്ടുപോകാനാവില്ല. സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിലാക്കേണ്ടതുണ്ട്. സർക്കാർ ആവട്ടെ പ്രതിപക്ഷ മുന്നേറ്റം ചെറുക്കാനുള്ള നടപടികളാണ് അവസാന ലാപ്പിൽ ആലോചിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരെ കേസുകൾ എടുക്കാനുള്ള നീക്കം അതിന്റെ ഭാഗമാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ക്ഷേമ പദ്ധതികളും ഉദ്ഘാടനങ്ങളും വാഗ്ദാനങ്ങളും ഈ മാസം ഉണ്ടാകും. കേന്ദ്രം അവരുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ എതിർക്കാൻ, അടിച്ചമർത്താൻ, ഭീഷണിപ്പെടുത്താനൊക്കെ അവരുടെ ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്ന ആരോപണം പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരുപോലെ ഉന്നയിക്കുന്നതാണ്. അതിൽ CPM ആണ് ഏറ്റവും മുന്നിലുള്ളത്. കാരണം CBI ഉപയോഗിച്ച്, ED ഉപയോഗിച്ച്, അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രതിപക്ഷ നേതാക്കന്മാർ മമതാ ബാനർജിയെ, സോണിയാഗാന്ധിയെ, സ്റ്റാലിനെ, DK ശിവകുമാറിനെയൊക്കെ വേട്ടയാടിയത് നമുക്കറിയാം. അതിനെതിരെ പ്രതികരിക്കുന്ന CPM ആണ് ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരിക്കൽ കോടതി പോലും തള്ളിക്കളഞ്ഞ ഒരു കേസെടുത്ത് വെച്ച് FIR ഇടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഇത് രാഷ്ട്രീയമായ എതിരഭിപ്രായങ്ങളെ വിലമതിക്കാനോ ജനാധിപത്യ സംവിധാനത്തിൽ വിയോജിക്കാനുള്ള അവകാശത്തെ അംഗീകരിക്കാനോ തയ്യാറാകാത്ത ഫാസിസ്റ്റ് പ്രവണതയാണ്. അത് അംഗീകരിക്കാൻ കേരളീയ സമൂഹം തയ്യാറാകില്ല. കേരളത്തിൽ സാധാരണയായി ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളതെങ്കിലും ഇത്തവണ അതിന് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. ഘട്ടം ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു മേഖലയിലെ വോട്ടെടുപ്പ് രീതി അടുത്ത മേഖലയെ സ്വാധീനിക്കാറുണ്ട്. ഒറ്റഘട്ടമാകുമ്പോൾ സംസ്ഥാനത്തുടനീളം ഒരേ സമയം പ്രചാരണം നടക്കുകയും ഒരേ വികാരം പ്രതിഫലിക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സന്ദർശനം ഒരു ഔദ്യോഗിക നടപടിക്രമം മാത്രമല്ല, അതൊരു രാഷ്ട്രീയ വിസിൽ കൂടിയാണ്. വോട്ടർ പട്ടികയിലെ ആക്ഷേപങ്ങൾ കമ്മീഷന് മുന്നിൽ നേരിട്ട് ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് ലഭിക്കുന്ന അവസാന അവസരം കൂടിയാണിത്. അർഹരായ നിരവധി വോട്ടർമാർക്ക്, പ്രത്യേകിച്ച് പ്രവാസികൾക്കും വിലാസം മാറിയെങ്കിലും വോട്ട് മാറ്റാത്തവർക്കും തങ്ങളുടെ സമ്മതിദാനാവകാശം നഷ്ടപ്പെടുന്ന സാഹചര്യമാണിതെന്ന് ആക്ഷേപമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ പേരുണ്ടായിട്ടും നിയമസഭാ പട്ടികയിൽ പേരില്ലാത്ത അവസ്ഥ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് UDF കാണുന്നത്. പ്രതിപക്ഷ വോട്ട് ബാങ്കുകളെ ലക്ഷ്യമിട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നതിന് ദേശീയ തലത്തിൽ തന്നെയുള്ള തെളിവുകൾ പുറത്തു വന്നിരുന്നു. വോട്ട് ചോരി എന്നത് ഒരു മുഖ്യ വിഷയമായി രാജ്യത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു. അർഹരായവർക്കെല്ലാം പൗരാവകാശം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതോടൊപ്പം ഇരട്ട വോട്ടുകൾ തടയേണ്ടത് അനിവാര്യവുമാണ്. ഇതാണ് UDF നിലപാട്. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരെ തിരികെ ഉൾപ്പെടുത്താനും പുതിയ വോട്ടർമാരെ ചേർക്കാനും ബൂത്ത് തലത്തിൽ കോൺഗ്രസ് നടപടികളെടുക്കും. ജനാധിപത്യ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ജനങ്ങളുടെ വോട്ടവകാശമാണ്. അത് സംരക്ഷിക്കുന്നതിന് പകരം അത് നിഷേധിക്കാനുള്ള SIR പ്രക്രിയയാണ് ഇപ്പോൾ രാജ്യത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്.
അതിൽ കോൺഗ്രസിന്റെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം, പ്രതിപക്ഷത്തിന്റെ ദേശീയ നേതാവ് രാഹുൽജി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെജി, ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ നടന്ന വലിയ സമരങ്ങൾ, വോട്ട് ചോരിക്കെതിരെയുള്ള വലിയ മുന്നേറ്റങ്ങൾ, ഒപ്പുശേഖരണം, ഡൽഹിയിലെ റാലി, ഇതെല്ലാം വ്യക്തമാക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിലെ പൗരാവകാശത്തിന്റെ ഭാഗമാണ് വോട്ടവകാശം എന്നുള്ളതാണ്. ആ വോട്ടവകാശം കേരളത്തിലും സംരക്ഷിക്കപ്പെടണം. ഇതുവരെ വന്നിട്ടുള്ള പട്ടികയിൽ ലക്ഷക്കണക്കിന് ആളുകൾ, അർഹതയുള്ള ആളുകളെ വ്യക്തമായ കാരണങ്ങളില്ലാതെ തന്നെ സാങ്കേതികത്വത്തിന്റെ പേര് പറഞ്ഞ് ഒഴിവാക്കാനുള്ളത്. ഞങ്ങളുടെ ആവശ്യം, ഞങ്ങളുടെ അഭ്യർത്ഥന, ഞങ്ങളുടെ നിലപാട് 18 വയസ്സായി വോട്ടവകാശത്തിന്റെ പ്രായപൂർത്തിയായിട്ടുള്ള കേരളത്തിലെ മുഴുവൻ പൗരന്മാർക്കും വോട്ടവകാശം നൽകണം. അർഹതപ്പെട്ട മുഴുവൻ ആളുകളെയും പട്ടികയിൽ പേര് ചേർക്കണം. അനർഹരാരാണോ, ഇരട്ട വോട്ട് അങ്ങനെയുള്ള അനർഹരാരുണ്ടോ, മരിച്ചവരാര്, തീർത്തും സ്ഥലം മാറിയവരാര്, അവരാരൊക്കെ ഉണ്ടെങ്കിലും അവരെയൊക്കെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം. അർഹതപ്പെട്ട മുഴുവൻ ആളുകളെയും പേര് ചേർക്കണം. അതിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകര് വളരെ സംഘടിതമായിട്ട് തന്നെ അതിന്റെ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുത്ത് ജനങ്ങളുടെ സഹകരണത്തോടെ മുന്നോട്ട് എതിരാളികൾ കളിക്കാതിരുന്നാൽ ഞാനൊരു ഗോളടിക്കാം എന്നുകൊണ്ട് കാര്യമില്ല. മഞ്ഞക്കാർഡ് കാണിച്ചാൽ പോലും കളി തുടരാം. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ചോളണം. അല്ലാതെ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളൊക്കെ കളി നിർത്തുമ്പോൾ നമുക്ക് പോയി ഗോളടിക്കാൻ പറ്റില്ല. സർക്കാർ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ മുന്നണി അതിൻ്റേതായ വഴികൾ നോക്കും. അവരിപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം, ജെനുവിനാണെങ്കിൽ. കാരണം പല ആളുകൾക്കും ആശങ്കയുണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക്, പിന്നോക്ക വിഭാഗങ്ങൾക്കൊക്കെ ആശങ്കയുണ്ട്. ഇപ്പോൾ 2002 കാര്യമാണ് ചോദിക്കുന്നത്. 2002 എന്ന് പറഞ്ഞാൽ ഒരു യുഗം പുറകുള്ള കാര്യമാണ്. 4 നൂറ്റാണ്ട് കാലം മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. എന്താ അതിൻ്റെ ന്യായം? അപ്പോഴാണ് SIR നടന്നത്. SIR 2002 നടത്തി, പിന്നെ നടത്താതിരിക്കുന്നത് വോട്ടറുടെ ചുമതല ഉത്തരവാദിത്തമാണോ? അപ്പോൾ ഞങ്ങൾ 2002 നടത്തി, പിന്നെയൊക്കെ റിവിഷനാണ് നടത്തിയത്. ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് നടത്തിയിട്ടില്ല. അത് ഞാൻ എന്ത് ചെയ്യാൻ? അന്ന് ജനിക്കാത്ത കുട്ടികളോടാണ് ചോദ്യം. 2002 ജനിച്ച കുട്ടിക്ക് ഇപ്പോൾ 24 വയസ്സായില്ലേ? 18 വയസ്സിൽ വോട്ടവകാശമില്ലേ? അപ്പോൾ അതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ ചില അശാസ്ത്രീയ നടപടികളാണ്. പക്ഷേ ഇപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പല്ല. അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ നോക്കണം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ രാഷ്ട്രീയ കക്ഷികൾ ഒരു പ്രൊഫഷണൽ ബോഡിയായി 24/7 എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഒരു പുതിയ പ്രയോഗമാണ് അടുത്ത കാലത്ത് വന്നത് എന്ന് പറഞ്ഞതുപോലെ വളരെ ടെറിബിളായി മോണിറ്റർ ചെയ്തില്ലെങ്കിൽ ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല. അതിന് വെരിഫിക്കേഷനാണ് ഏക മരുന്ന്. ഒരു മരുന്നല്ല, അത് ഡോർ നോക്കിംഗ് ആണ്. ഡോർ നോക്ക് ചെയ്യണം, ആളുകളെ കാണണം, അതിനെ ഒരു ഓഫീസിലിരുന്നത് പഠിക്കണം. അപ്പോൾ ഡെസ്ക് വർക്കും ഫീൽഡ് വർക്കും ഒരുമിച്ച് കൊണ്ടുവന്ന്, ഇപ്പോൾ വാർ റൂം എന്നുകൊണ്ടൊരു പരിപാടി AICC കൊണ്ടുവന്നിട്ടുണ്ട്. അതാണെന്ന് വാസ്തവം പറഞ്ഞാൽ തൃക്കാക്കര മുതൽ നിലമ്പൂർ വരെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് പരീക്ഷിച്ചത്. അതിൽ തൃക്കാക്കരയിൽ AICCയുടെ വാർ റൂമില്ലായിരുന്നു. അതിൻ്റെ ചുമതലക്കാരിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു ഞാൻ. DCC ഓഫീസിലാണ് ആ വാർ റൂം വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് പുതുപ്പള്ളിയിലും നമ്മുടേതായ വാർ റൂം തന്നെയായിരുന്നു. പക്ഷേ പാലക്കാട് വന്നപ്പോൾ AICC തന്നെയാണ് വാർ റൂം സെറ്റ് ചെയ്തത്. നിലമ്പൂരും അവരുടെ പ്രത്യേകമായ ശ്രദ്ധ AICC ജനറൽ സെക്രട്ടറിമാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാർ റൂമുകൾ ഇപ്പം തന്നെ തുടങ്ങണം. UDF തുടങ്ങി അതിൻ്റെ ആളുകളെയും സംവിധാനങ്ങളെയും ചുമതലക്കാരെയും വരുമ്പോൾ ഇതൊക്കെ. വോട്ടിനായി സർക്കാർ വക ഓപ്പറേഷൻ വരുന്നു എന്ന റിപ്പോർട്ട് ശ്രദ്ധേയമാണ്. തിരിച്ചറിയൽ രേഖകൾക്ക് ഫീസ് ഒഴിവാക്കുന്നത് സാധാരണക്കാർക്ക് ഗുണകരമാണെന്ന് തോന്നാമെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഇത്തരമൊരു നീക്കം നടത്തുന്നതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടെന്ന ആരോപണം ഉയരുന്നുണ്ട്. കൃത്യമായ പരിശോധനകളില്ലാതെ രേഖകൾ നൽകാനുള്ള അവസരമായി ഇത് മാറിയേക്കാമെന്ന ആശങ്കയാണ് ഉയരുന്നത്. 25 ലക്ഷം പേരെ വെട്ടിയതിന് പിന്നാലെയുള്ള ഈ സൗജന്യ സേവനം ആരെ സഹായിക്കാനാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്.
ഇന്ത്യയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇവിടെ കേരളത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ജില്ലാ കളക്ടർമാർക്ക് കർശന നിർദ്ദേശം നൽകുകയും ചെയ്യുന്നത്, വില്ലേജ് ഓഫീസുകളെ പാർട്ടി ഓഫീസ് പോലെ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നതിലൂടെ വോട്ടർ പട്ടിക അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. 25 ലക്ഷം പേരെ ഒഴിവാക്കിയപ്പോൾ ഇല്ലാതിരുന്ന ജാഗ്രതയാണ് LDF സർക്കാർ ഇപ്പോൾ വോട്ട് ചേർക്കാൻ കാണിക്കുന്നത്. ഇത് ശുദ്ധമായ ജനാധിപത്യം കൊണ്ടല്ല, മറിച്ച് പരാജയ ഭീതി കൊണ്ടാണ്. പ്രതിപക്ഷ വോട്ടുകൾ വെട്ടിമാറ്റുകയും സർക്കാർ സംവിധാനം ഉപയോഗിച്ച് സ്വന്തം വോട്ടുകൾ ചേർക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതാണെന്ന ആരോപണമാണ് ഉയരുന്നത്. സർക്കാർ ചെലവിൽ പാർട്ടി കേഡർമാരെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റാനുള്ള നീക്കത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പൊതുസമൂഹവും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ചെയ്യുന്ന പല കാര്യങ്ങളോടും നമുക്ക് യോജിപ്പുണ്ടല്ലോ. ഇപ്പോൾ ഈ റിവിഷൻ തന്നെ ഇത് 6 മാസം മുമ്പ് ചേരുന്നില്ലേ? ഇപ്പോൾ ഇലക്ഷൻ നടക്കാമെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ? പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞു 2024 ഏപ്രിൽ മെയ് മാസത്തിൽ. 2024 ഡിസംബർ മാസം ഈ പണി ചെയ്തിരുന്നെങ്കിൽ 25 ഡിസംബർ മാസം ആകുമ്പോഴേക്കും കുറ്റമറ്റൊരു വോട്ടർ പട്ടിക കിട്ടുമായിരുന്നില്ലേ? അപ്പോൾ അതൊന്നും ഇനിയിപ്പോൾ നമ്മൾ ഒരു ഭരണഘടന സ്ഥാപനത്തിനെതിരായിട്ട് നമ്മളിപ്പോൾ പത്രപ്രസ്ഥാനം കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അതിനോട് കോപ്പപ്പ് ചെയ്യാന്നല്ലാതെ അവരൊഴിഞ്ഞും പറയാൻ പാടില്ല. അവർ കുറ്റമറ്റ ഒരു വോട്ടർ പട്ടിക അത് 100% ഞാൻ പറയില്ല. കാരണം 100% കുറ്റമറ്റതാവാൻ കഴിയില്ല. കാരണം തിരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം ഒരാൾ മരിച്ചാൽ അയാൾ കോർട്ടിലല്ലോ. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ 3 ദിവസം മുമ്പ് ഒരാൾ നാട് വിട്ട് പോയി എന്നേക്കുമായിട്ട് അയാളുടെ വോട്ട് വരും. അപ്പോൾ ഒരു മാർജിനുണ്ട്. 100% കറക്റ്റ് രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. തുടർഭരണമോ ഭരണമാറ്റമോ എന്ന് ജനങ്ങൾ വിധിയെഴുതുന്നതിന് മുൻപ് ആ ജനങ്ങൾ വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. 25 ലക്ഷം പേർ പുറത്തായി എന്നത് ഒരു കണക്കല്ല, അതൊരു മുന്നറിയിപ്പാണ്. വോട്ടർ പട്ടിക കുറ്റമറ്റതാകണം. അതോടൊപ്പം ഒരാൾക്ക് പോലും അന്യായമായി വോട്ട് നിഷേധിക്കപ്പെടുന്നില്ലെന്നും ഉറപ്പാക്കണം. വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ പോരാട്ടം ബാലറ്റ് പെട്ടിക്ക് പുറത്ത് വോട്ടർ പട്ടികയിലായിരിക്കും നടക്കുക എന്ന് ഉറപ്പ്.